അടുത്ത തലമുറക്കാരെ സ്വർഗം എഴുന്നേൽപ്പിക്കുവാൻ അഭിഷേകത്തോടെ ചിലതിനെ അയക്കും. ആമേൻ. ശത്രു ചിലതിനെ ഒതുക്കാൻ നോക്കുമ്പോൾ അതിനെ എഴുന്നേൽപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അങ്ങകലെ ശൂന്യങ്കാരത്തിയുടെ നന്മയെ ശത്രു കെട്ടിവെച്ചിരുന്നപ്പോൾ ദൈവം വിട്ടില്ല. തന്നെ അഭിഷിക്തനെ അവിടേക്ക് അയക്കുകയാണ്, അഭിഷേകത്തോടെ അയക്കുകയാണ്. ദൈവത്തിന്റെ വചനം ഇപ്രകാരം എഴുതിയിരിക്കപ്പെടുന്നു: ഞാൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ക്രിസ്തുവിന് വേണ്ടി ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഏലിയാവിൻ്റെ അഭിഷേകം തന്നെ അവിടെ ആവശ്യമായിരുന്നു എന്ന് പുതിയ നിയമത്തിൽ യേശു കർത്താവ് പഠിപ്പിക്കുകയും, മലാക്കി പ്രവചനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം ബൈബിളിലെ പഴയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ വാക്യം. ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങൾക്കൊക്കെ വളരെ പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനം. പഴയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പ്രവചന പുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ വാക്യം ഒരു ശാപത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഒരു ശാപം വന്നു കയറാതിരിപ്പാൻ ഞാൻ മക്കളെ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയും ക്രിസ്തുവിന് വേണ്ടിയിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു ഒരുക്കത്തോടുകൂടി ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഏലിയാവിൻ്റെ അഭിഷേകം തന്നെ, ഏലിയാവിൻ്റെ ആത്മാവ് തന്നെ വേണം എന്നുള്ളതിനെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കപ്പെടുമ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് അടുത്ത തലമുറകളെ വേർതിരിക്കുവാൻ കഴിയപ്പെടത്തില്ല. ഏലിയാവിൻ്റെ അഭിഷേകം തന്നെ വേണം. എന്താ ഏലിയാവിൻ്റെ അഭിഷേകത്തിൻ്റെ പ്രത്യേകത? ഏലിയാവിൻ്റെ പ്രത്യേകത, ജീവനോടെ ഇരുന്ന സമയത്തിൽ തന്നെ ഏലിയാവ് തനിക്ക് പകരം ഒരു പ്രവാചകനെ വാർത്തെടുത്തു, അല്ലെങ്കിൽ ഒരു പ്രവാചകനെ വേർതിരിച്ചു. താൻ മരിച്ചതിന് ശേഷം അടുത്തൊരാൾ വന്നുകയില്ല. ജീവനോടെ ഇരുന്നപ്പോൾ തന്നെ ഈ ശുശ്രൂഷ കൈമാറ്റം ചെയ്യുവാൻ എനിക്കൊരു പകരക്കാരൻ ആവശ്യമാണ്, എനിക്ക് മറ്റൊരു വ്യക്തി ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് 24 മണിക്കൂറും കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയല്ല ഏലിയാവ് ചെന്ന് കണ്ടുപിടിച്ചത്. 24 hours ലേസി ആയിട്ട് മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല ചെന്ന് നോക്കിയ സമയത്തിൽ അവനത് 12 ഏറുകാളകളെ ഒരുമിപ്പിച്ച് നിന്ന് ഒരു ഭാഗത്തിൽ താനും നിന്ന് അധ്വാനിക്കാനും കഷ്ടപ്പെടാനും മനസ്സുള്ള ഒരു എലിശായെ കണ്ടുപിടിച്ചു. എന്നിട്ട് തൻ്റെ പുതപ്പെടുത്ത് അവൻ്റെ മേലിട്ട് കൊടുത്തു. ഈ പുതപ്പ് ചെന്ന് വീണ സമയത്തിൽ തന്നെ എലിശായ്ക്ക് പിന്നെ അവിടെ നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ഒരുവന്റെ മേലെ ഒരു പുതപ്പ് വീണുവെങ്കിൽ അവൻ വിടേണ്ടതിനെ വിടും, അവൻ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുക. അവന്റെ മേലൊരു ദൈവിക പദ്ധതി കടന്നു വന്നു എന്നാണ്. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. കാരണം സ്വർഗത്തിൽ നിന്നുള്ളൊരു പുതപ്പ് ഏതൊരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്രേ. ഏലിയാവിന്റെ അഭിഷേകം വേണം, ഏലിയാവിന്റെ അഭിഷേകം തന്നെ വേണം. തലമുറകളെ ദൈവത്തിന് വേണ്ടി ഒരുക്കണമെങ്കിൽ, നിന്റെ മക്കളെ നിനക്ക് പണിതെടുക്കണമെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഏലിയാവിന്റെ അഭിഷേകം വേണമെന്ന്. ഏലിയാവിന്റെ അഭിഷേകം വേണം, ഏലിയാവിന്റെ അഭിഷേകം വേണം. ട്യൂഷൻ കൊടുത്തത് കൊണ്ട് മാത്രമായിട്ടില്ല, അവർക്ക് ആവശ്യമുള്ള ജീവിത സൗകര്യം കൊടുത്തത് കൊണ്ട് മാത്രമല്ല, അപ്പന്മാരും അമ്മമാര് ഏലിയാവിന്റെ അഭിഷേകത്തിൽ ആരാധിക്കണം. ഇപ്പോൾ നിങ്ങൾ ആരാധിക്കുമ്പോൾ തന്നെ ഞാനൊരു കാഴ്ച കാണുന്നുണ്ട്. ഏലിയാവിന്റെ അഭിഷേകം ചിലർ പ്രാപിച്ചെടുത്ത് നിന്റെ കുഞ്ഞിനെ നീ തലോടുമ്പോൾ തന്നെ, നിന്റെ കുഞ്ഞിനെ നീ തൊടുമ്പോൾ തന്നെ, നിന്റെ കുഞ്ഞിനെ നിന്റെ അടുക്കൽ ഇരുത്തുമ്പോൾ തന്നെ, നിന്റെ കുഞ്ഞിനെ വണ്ടിയുടെ പുറകിൽ ഇരുത്തുമ്പോൾ തന്നെ അവർ ഒരുക്കപ്പെടുകയാ. പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. ഏലിയാവിന്റെ അഭിഷേകം ഇറങ്ങുകയാ. ഏലിയാവിന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി ഇറങ്ങുക. ഏലിയാവിന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി ഇറങ്ങുന്നു. ഏലിയാവിന്റെ മേൽ ഇറങ്ങിയ ശക്തി വ്യാപരിക്കുകയാണ്. ആത്മാവിന്റെ പ്രദർശനം, തലമുറകളെ വാർത്തെടുക്കാനുള്ള പ്രദർശനം, തലമുറകളെ വാർത്തെടുക്കാനുള്ള ദൈവശക്തി, തലമുറകളെ വാർത്തെടുക്കാനുള്ള ദൈവകൃപ പകരുന്നു. ഇന്നലെ വരെ നിന്റെ തലമുറകളെ ഓർത്ത് നീ ദുഃഖിച്ചുവെങ്കിൽ ഇന്ന് ദുഃഖിക്കേണ്ടുന്ന വ്യക്തിയല്ല, അവരെ പണിയാനുള്ള അഭിഷേകത്തോടുകൂടി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, നിന്റെ കുഞ്ഞ് നിന്റെ കൺമുമ്പിൽ എത്തിയില്ലെങ്കിൽ, നിന്റെ തലമുറ നിന്റെ അടുക്കൽ എത്തിയില്ലെങ്കിൽ, നിന്റെ രക്തത്തിലാണെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടി അഭിഷേകം പ്രാപിക്കുക. നിന്റെ ബ്ലഡിലാണ് നിന്റെ തലമുറ ഇരിക്കുന്നുവെങ്കിൽ ആ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ അഭിഷേകം, ഏലിയാവിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം.
എന്തിനാ ഏലിയാവിൻ്റെ മേലുള്ള അഭിഷേകം വേണമെന്ന് ദൈവം ഇത്രയും ശഠിക്കാനുള്ളൊരു കാരണം? ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിനെയും ഹൗവയെയും സൃഷ്ടിച്ച ദൈവം തലമുറകൾ താണ്ടി കടന്നു വന്നപ്പോൾ നയീനിലെ വിധവയ്ക്ക് ഒരേ ഒരു മകൻ ശത്രു ആ കുഞ്ഞിനെ തൊട്ടപ്പോൾ, ശത്രു ആ കുഞ്ഞിനെ തകർത്തപ്പോൾ ഏലിയാവിൻ്റെ അഭിഷേകം കൊടുത്ത സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ആ മഞ്ചത്തിന്റെ അടുക്കലേക്ക്, ആ സ്ട്രക്ചറിന്റെ അടുക്കലേക്ക് വിട്ട് അവനെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ ശത്രു ശിലതിനെ ഒതുക്കാൻ നോക്കുമ്പോൾ അതിനെ എഴുന്നേൽപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഏലിയാവിൽ നിന്ന് ആ അഭിഷേകം എലീശയിലേക്ക് പൂർണ്ണമായിട്ടൊരു കൈമാറ്റം നടന്നു. പൂർണ്ണമായിട്ടൊരു കൈമാറ്റം. സ്വത്രം. ഇത് ചിലർക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ പറയട്ടെ, ചിലരുടെ രക്തത്തിനകത്തടുത്ത തലമുറ ഉണ്ട്. ആ തലമുറയ്ക്ക് വേണ്ടി അഭിഷേകം വേണം. ഈ അഭിഷേകം വന്നാലേ പുറത്തു വരേണ്ടുന്ന തലമുറകൾ പുറത്തു വരത്തേ ഉള്ളൂ, ലഭിക്കേണ്ടുന്ന തലമുറകൾ ലഭിക്കത്തുള്ളൂ. ശത്രു അനങ്ങാതെ അമർത്തി വച്ചിരിക്കുന്ന തലമുറകൾ പുറത്തു വരണം. സ്തോത്രം. എലീശയിലേക്ക് അത് വ്യാപരിച്ചു. എലീശ എങ്ങനെയാണ് പ്രവർത്തിച്ചു? നമുക്ക് 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ, വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്ത് ഉണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. കുട്ടി മരിച്ചു കിടക്കുക, ശൂനങ്കാരത്തിയുടെ കുഞ്ഞ് മരിച്ചു കിടക്കുകയാ. പ്രാർത്ഥിച്ചു കിട്ടിയ കുഞ്ഞാ, അവൻ ആരാധിച്ചു കിട്ടിയ കുഞ്ഞാ, ദൈവദാസന്മാരെ മാനിച്ചു കിട്ടിയ കുഞ്ഞാ. പൊതുപോട്ടെ, ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. കുട്ടി മരിച്ചു കിടക്കുക. ഇന്ന് ചിലരെ നോക്കിയാൽ നിങ്ങളുടെ കുഞ്ഞ് ജീവനോടെ ആണെങ്കിൽ അതിന്റെ ബുദ്ധിമണ്ഡലത്തെ ശത്രു മരിപ്പിച്ചിരിക്കുകയല്ലേ. ജീവനോടെ നിന്റെ കുട്ടികളായിരിക്കുന്നല്ലേ, ഭാവിയെ ശത്രു കൊന്നു വച്ചിരിക്കുകയല്ലേ. ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ നന്മകളെ ശത്രു കെട്ടിവച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ അങ്ങകലെ ശൂനങ്കാരത്തിയുടെ നന്മയെ ശത്രു കെട്ടിവച്ചിരുന്നപ്പോൾ ദൈവം വിട്ടില്ല. തന്റെ അഭിഷിക്തനെ അവിടേക്ക് ഇത് അയക്കുകയാ, അഭിഷേകത്തോടെ അയക്കുകയാണ്. എന്റെ കുഞ്ഞിനെ ശത്രു ബന്ധിച്ചെങ്കിൽ അഭിഷേകത്തോടെ ദൈവം തന്റെ ഭക്തന്മാരെ അയക്കുക. അഭിഷേകത്തോടെ ജീവിപ്പിക്കുവാൻ, എഴുന്നേൽപ്പിക്കുവാൻ ദൈവം അയക്കും. അടുത്ത തലമുറക്കാരെ സ്വർഗം എഴുന്നേൽപ്പിക്കുവാൻ അഭിഷേകത്തോടെ ചിലതിനെ അയക്കും. അവനിതാ ചെന്നു, ഹേഗസി എന്നും വിട്ടില്ല, താൻ തന്നെ കടന്നു ചെന്ന് താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ പ്രാർത്ഥിച്ചു. ഒന്നാമത് ദൈവദാസൻ മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പ്രവൃത്തി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ തലമുറകളെ വളർത്തിയാൽ പോരാ, തലമുറകൾക്ക് വേണ്ടിയിട്ട് ദൈവസഭ ശക്തിയോടെ പ്രാർത്ഥിക്കണം. നിന്റെ കുട്ടിക്ക് മാത്രമല്ല, സഭയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ദൈവസഭ പ്രാർത്ഥിക്കണം. സ്തോത്രം. അടുത്ത ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ, പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കിടന്നു. കൊച്ചു മരിച്ചു കിടക്കുക, ബാലന്റെ മേൽ കിടന്നു. തൻ്റെ വായ് ബാലന്റെ വായ്മേലും, തൻ്റെ കണ്ണ് അവൻ്റെ കണ്ണിന്മേലും, തൻ്റെ ഉള്ളം കൈകൾ അവൻ്റെ ഉള്ളം കൈയുടെ മേലും വച്ചു. അവൻ്റെ മേൽ കവിണ്ണു വീണപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. എവിടെന്നായി ചൂട്? ചൂട് മരിച്ചതിനെ എഴുന്നേൽപ്പിക്കുവാൻ ഏലിയാവിൻ്റെ ഒരു അഭിഷേകം. ആ കുഞ്ഞിന്റെ കൈയോട് അഭിഷിക്തന്റെ കൈ വച്ചപ്പോൾ, ആ കുട്ടിയുടെ വായോട് അഭിഷിക്തന്റെ വായ് വച്ചപ്പോൾ, ആ കുഞ്ഞിന്റെ ദേഹത്തോട് അഭിഷിക്തന്റെ ദേഹം വച്ചപ്പോൾ ആ കുട്ടിക്ക് ചൂട് പിടിച്ചുവെങ്കിൽ, ഇന്ന് പകൽ സമയം ചില ചൂട് പിടിക്കണമെങ്കിൽ അഭിഷേകത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവസഭ എത്തണം. നിന്റെ കുട്ടി തണുത്തിരിക്കുകയാണെങ്കിൽ, നിന്റെ കുട്ടി മരവിച്ചിരിക്കുകയാണെങ്കിൽ, നിനക്ക് ചൂടുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞിന്റെ മേലും ആ ചൂട് വ്യാപരിക്കും. മനുഷ്യരായവർ 2 കരങ്ങളെ അടിച്ചു പറ, കർത്താവേ, ഈ ചൂട് ഞങ്ങളുടെ ഭവനത്തിനകത്ത് വേണം. ഈ അഭിഷേകത്തിന്റെ ചൂട്, ഈ കൃപയുടെ ചൂട്, ഈ വിടുതലിന്റെ ചൂട്. ഒന്ന് മനസ്സിലായി കാണാം. ആമേൻ. മരിച്ചത് ജീവിക്കണമെങ്കിൽ ചൂട് പിടിച്ചാലേ ജീവിക്കത്തേ ഉള്ളൂ. മരിച്ചത് ജീവിക്കണമെങ്കിൽ ചൂടുള്ള ഒരാൾ തണുത്തതിനെ തൊടണ. ആകയാൽ ഇന്ന് പകൽ സമയം എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ശരീരത്തിന്റെ മേലൊരു ചൂടുണ്ടെങ്കിൽ, ഏത് ചൂട്? അഭിഷേകത്തിന്റെ ചൂട്, പരിശുദ്ധാത്മാവിന്റെ ചൂട്. ഈ ചൂടുണ്ടെങ്കിൽ തലമുറകളെ ശത്രുവിന് ഒതുക്കാൻ കഴിയത്തില്ല. നിങ്ങൾ വിചാരിക്കും ഈ ചൂട് പിടിച്ചത് കൊണ്ട് മാത്രം ശരിയായെന്ന്. ചൂട് പിടിച്ചെന്നുകൊണ്ട് കൊച്ചെഴുന്നേറ്റില്ലാന്നേ.
കൊച്ചു അവിടെ തന്നെ കിടക്കുകയാണ്. അടുത്ത ഭാഗം എന്തായിരിക്കുന്നത്? 35-ാം വാക്യം. അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. സ്വത്രം സ്വത്രം. അപ്പം ഒറ്റ ഇടയ്ക്ക് നിന്റെ കുട്ടി ചിലപ്പോൾ എണീറ്റ് ഒന്നും വരത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കുഞ്ഞ് ശരിയായി എന്ന് വരത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കുഞ്ഞ് രൂപാന്തരപ്പെട്ടു എന്ന് വരത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കുഞ്ഞ് വിദ്യാഭ്യാസത്തിൽ മുന്നിലെത്തി എന്ന് പറയാൻ പറ്റത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് നീറ്റ് എക്സാമിന് പോയിട്ട് വിജയത്തോട് ചിലപ്പോൾ വന്നു എന്ന് പറയാൻ പറ്റത്തില്ല. നീ നടക്കേണ്ടത് സമയം വീണ്ടും വിശ്വാസം കൈവിടാതെ. ഇവിടെ ചൂട് പിടിച്ചെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇങ്ങനെ പറയപ്പെടുന്നു, യൂത്ത് ക്യാമ്പിലൂടെ ചില കുട്ടികൾക്ക് അവർ ജീവിച്ചില്ല എങ്കിലും അവരുടെ മേൽ ചൂട് വന്നു. പക്ഷെ അവരെ വിടാൻ പാടില്ല. അതിന്റെ പിന്നാലെ വീണ്ടും ഉണ്ട് ചിലത്. ചൂട് പിടിച്ചെങ്കിൽ ഒരു അത്ഭുതം നടക്കും. ചൂട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു അത്ഭുതം നടക്കും. ചൂടിന്റെ അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ ഒരു അത്ഭുതം നടക്കും. ചൂട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം ചിലത് സംഭവിക്കുക. ശരീരം ഹീറ്റായാൽ ഞങ്ങൾക്കറിയാം ചില വിടുതലുകൾ സംഭവിക്കുമെന്ന്. ഇന്ന് പകൽ സമയത്തിൽ ചൂടിനെ കണ്ട് ഓടി ഒളിക്കരുത്. ചൂടിനെ കണ്ട് പുറത്ത് ചാടരുത്. ഈ ചൂടുമായിട്ട് നിന്റെ വീട്ടിൽ പോകണം. അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ച് ക്ഷീണിച്ചിട്ട് മാറിപ്പോയില്ല. വാതിലടച്ച് ആദ്യം പ്രാർത്ഥിച്ചു. ബാലന്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. പുള്ളി അതുവഴി ടാറ്റ ഗുഡ് ബൈ, 2 ദിവസം കഴിയുമ്പോൾ എണീക്കുമെന്ന് പറഞ്ഞിട്ട് പോയൊന്നുമില്ല. അടുത്തെന്താ? 35-ാമത്തെ വാക്യത്തില് അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവന്റെ മേൽ കവിണ്ണ് കിടന്നു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണ് തുറന്നോ. ചൂട് പിടിച്ചത് കൊണ്ട് മാത്രമല്ല, അഭിഷേകം പിന്നത്തേതിൽ ആ കുഞ്ഞിന്റെ മേൽ വന്നപ്പോൾ കുഞ്ഞ് തുമ്മി ചാടി എഴുന്നേറ്റുവെങ്കിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, മരിച്ചു കിടക്കുന്ന ചില വിഷയങ്ങൾ അഭിഷേകത്തിന്റെ ശക്തിയാൽ എഴുന്നേൽക്കും. എഴുന്നേൽക്കും, 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 എഴുന്നേൽക്കും. ചിലത് എഴുന്നേൽക്കണമെങ്കിൽ അഭിഷേകം തന്നെ വേണം. ഏലിയാവിന്റെ ആത്മാവിനെ അയച്ച് ഞാൻ അടുത്ത തലമുറകളെ ദൈവത്തിന്റെ വരവിന് വേണ്ടി ഒരുക്കുമെങ്കിൽ ഇന്ന് പകൽ സമയത്തിൽ ചിലത് ഏലിയാവിന്റെ ആത്മാവ് തന്നെ വേണം. ഏലിയാവിനെ തന്നെ വേർതിരിച്ചതിന്റെ പിന്നില് ഒന്നുണ്ട്. ഏലിയാവിന്റെ ശിഷ്യൻ എലിശായിലൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എലിശായുടെ ആത്മാവല്ല. എലിശ ഒരിക്കൽ ചോദിച്ചു, നിന്റെ ഇരട്ടി പങ്കുള്ള ആത്മാവ് എന്ന് പറഞ്ഞാൽ, ഗുരുവിൻ്റെ കൂടെ ശിഷ്യൻ നടന്നപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു തരണം? വിലമതിക്കാനാവാത്ത ഒരിടത്തൊന്നും വാങ്ങാൻ കിട്ടാത്ത ഒരു ഇരട്ടി പങ്കുള്ള അഭിഷേകം അതെൻ്റെ മേൽ വരട്ടെ, അതെൻ്റെ മേൽ വരട്ടെ. ആകയാൽ എലിശ അനേക അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്തത് ഏലിയാവിൻ്റെ മേലുള്ള ആത്മാവ് ഉപയോഗിച്ച. ഇത് തന്നെ കൊടുക്കാനൊരു കാരണമുണ്ട്. ഏദൻ തോട്ടത്തിൽ വെച്ച് സ്ത്രീയെ പിശാച് വഞ്ചിച്ചു. സ്ത്രീ ഭർത്താവിന്, പുരുഷന് കഴിക്കരുത് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം കൊടുത്തു. അവരെല്ലാവരും കൂടെ അങ്ങോട്ട് കഴിച്ചു. എല്ലാവരും കഴിച്ചു. അതുവരെയും അവർക്ക് നാണമില്ലായിരുന്നു. പക്ഷെ എപ്പോ പാപം ചെയ്തോ, ആ പാപം ചെയ്തതോടുകൂടി അവർക്ക് മാനക്കേടും നാണക്കേടും ഒക്കെ കടന്നു വന്നു. സ്വത്രം. എന്താ? ഇന്നലെ വരെ അവർക്ക് നാണക്കേടില്ലായിരുന്നു. കാരണം നല്ല നല്ല തീക്കട്ടയായിട്ട് ഇവരിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഒന്നും ഒരു നഗ്നതയും പുറത്തില്ല. തീക്കട്ട പോലെ അവർ നടന്നുകൊണ്ടിരുന്നു. പക്ഷേ എപ്പോൾ പാപം ചെയ്തോ ആ സമയത്തിൽ അവരുടെ നഗ്നത പുറത്തു വന്നപ്പോൾ ആദ്യമായിട്ട് അവർ സ്റ്റിച്ചിങ് ആരംഭിച്ചു. അത്തിയില കൊണ്ടുവന്ന് നല്ല മനോഹരമായ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നല്ല മോഡലിൽ ഒരു വസ്ത്രമുണ്ടാക്കി കൊടുത്തു. അത് ആദാമിനും ഇഷ്ടപ്പെട്ടു, അത് ഹൗവായ്ക്കും ഇഷ്ടപ്പെട്ടു. 2 പേർക്കും ഇഷ്ടമുള്ള വിധത്തിലുള്ള അത് അത്തിയില കൊണ്ടുള്ള ഒരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ഒരു കുഴപ്പം വന്നു. ഉച്ചയ്ക്ക് വെയിലടിച്ചപ്പോൾ ഇതങ്ങ് വാടിപ്പോയി, ഇതങ്ങ് കരിഞ്ഞുപോയി. സ്വത്രം. ഉടനെ ദൈവം എന്ത് ചെയ്തോ? വസ്ത്രം, നിനക്കിഷ്ടമുള്ള വസ്ത്രമല്ല നീ ധരിക്കേണ്ടത്, നിനക്ക് ഞാൻ ഡ്രസ്സ് ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞ അവൻ സ്വത്രം നല്ല തോലുകൊണ്ട് നല്ല മൃഗങ്ങളുടെ തോലുകൊണ്ട് നല്ല വില കൂടിയ ഒരു വെയിലിനും നശിപ്പിക്കുവാൻ കഴിയപ്പെടാത്ത, ആർക്കും തകർത്ത് കളയാൻ കഴിയാത്ത നല്ല വസ്ത്രം ദൈവം കൊടുത്തു. സാത്താൻ നോക്കിയിരിക്കുക. തലമുറകളെ വളരാൻ ഞാൻ വിടത്തില്ല കേട്ടോ. കാര്യമൊക്കെ ശരിയാണ്. തലമുറകളൊന്നും രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. എനിക്കവരോട് ശത്രുത്വമുണ്ട്, എനിക്കവരോട് വിദ്വേഷമുണ്ട്, അവരെ ഞാൻ നശിപ്പിക്കും.
കൈയിനെ ശത്രു കയ്യിലെടുത്തോ. ആമേൻ. ആദ്യം രണ്ടുപേരും ഒരുമിച്ച് നേരെ ആരാധനയ്ക്ക് പോവുകയാണ്. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പനും അമ്മയും ആദാമും ഹൗവയും മുട്ടാപ്പിടി പിടിച്ചു. എൻ്റെ വീട്ടിൽ 2 പിള്ളേരുണ്ടെങ്കിൽ 2 പേര് കൃത്യമായിട്ട് ആരാധനയ്ക്ക് പോകണം. വല്ലതും പിടിയിട്ട് നിങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകം ഇരുന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കയീനും ആരാധനയ്ക്ക് യാഗം കഴിക്കാൻ പോകുന്നവനായിരുന്നു. ഹാബേലും യാഗം കഴിക്കാനായിട്ട് പോകുന്നവനായിരുന്നു. ആദാമും ഹൗവയും ഉറപ്പോടെ പറഞ്ഞു, എനിക്ക് 2 പിള്ളേരെ ജനിപ്പിക്കാൻ ദൈവം ഭാഗ്യം തന്നു എങ്കിൽ ഈ 2 കുട്ടികളും കൃത്യമായിട്ട് പള്ളിയിൽ വരണം. അതാദ്യമേ ഉള്ള ഒരു ശീലമായിരുന്നു. ശീലമില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടുപഠിച്ചോളണം. ആദാമെന്നും ഹൗവയെന്നും കണ്ടുപഠിച്ചോളണം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. അങ്ങനെ ഇവർ പള്ളിയിൽ പോകുന്ന ഒരു ശീലം ഇവർക്ക് ഉണ്ടായിരുന്നു. യാഗം കഴിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം കയീനും ഹാബേലും കൂടെ നേരെ യാഗപീഠത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. അവിടെ വെച്ചു ചെറിയൊരു തർക്കം ആരാധനയുടെ പേര് തന്നെയാണ്. ഒരുത്തൻ പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നു. ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം ആമേൻ മേധസ്സുള്ള ആടുമാടുകളിലേക്ക് കടന്നിട്ട് ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് കൊടുത്തു. ഒരാൾ നല്ലത് കൊടുത്തു, ഒരാൾ മോശം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരാൾ വന്ന് ഉറങ്ങി വായും തുറന്നുകൊണ്ടിരുന്നു. മറ്റേയാൾ ജീവനുള്ള ആടിനെ അങ്ങോട്ട് കാലെ പിടിക്കാം, ആടിങ്ങനെ ചാടും. അപ്പം അപ്പുറത്തോടൊരു ചാട്ടം ചാടും. പിന്നെ കിടന്ന് രണ്ടിട്ട് കുടയും ചാട്ടം ബഹളം. അപ്പോൾ അതിനകത്ത് വന്നപ്പോൾ 2 പേർക്കും തമ്മിലൊരു കുഴപ്പം. യവൻ മാത്രം കിടന്ന് ചാട്ടവും ബഹളവും കാണിക്കുന്നു. യവൻ്റെ ആടിന് മാത്രം ഇത്ര കുഴപ്പം എന്താണ്? അതിനെ മര്യാദയ്ക്ക് അവിടെ എവിടെയെങ്കിലും കെട്ടി ഒതുക്കി എൻ്റെ പച്ചക്കറി ഇരിക്കണ ഇരിപ്പ് കണ്ടാ, എൻ്റെ പടവലങ്ങായും ചെമ്പും ചേനയും ചുക്കും മുളവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട അതുപോലെ അവൻ ഇരുന്നാൽ പോരെയോ? ആ ആട്ടിന് എന്താ ഇത്ര കുഴപ്പം എന്ന് യവനെ വെച്ചിട്ട് ഇവനൊരു അസൂയ ഇങ്ങോട്ട് വന്നു. എടാ, ഞാൻ ആരാധിച്ചതുപോലെ നിനക്ക് ആരാധിച്ച പോരെ? ഞാൻ കൊടുക്കുന്നത് പോലെ ഞാൻ കൊടുത്താൽ പോരെ? അതൊക്കെ അവൻ്റെ മനസ്സിനകത്ത് വന്നുകൊണ്ട് അവനൊരു അസൂയ കടന്നു വന്നു. അപ്പോൾ എവിടെയാണ്? വീട്ടിലവർ തമ്മിൽ വഴക്കുണ്ടോ? ഇല്ല. നാട്ടിലവർ തമ്മിൽ വഴക്കുണ്ടോ? ഇല്ല. അവർ തമ്മിലുള്ള വഴക്കെവിടെ? പള്ളിക്കകത്താ. ഇങ്ങോട്ട് വന്നപ്പം ബൈക്കിൽ കയറിയപ്പോഴത്തേക്ക് ഇപ്പം റോഡായിപ്പോയി. അല്ലെങ്കിൽ നിന്നെ ഓർക്കുന്നുണ്ടോ? എന്താണെന്നറിയാം, പള്ളിയിൽ പോകുമ്പോൾ ഇത് സംഭവിക്കും. ചിലർക്ക് അങ്ങനെയല്ല. അത് ആരാധന എല്ലാം കഴിഞ്ഞ് എല്ലാം ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോണ വഴിക്ക് ഒരു പൂരമാണ്. ചന്തയിൽ പോകുമ്പോൾ ഒരു കുഴപ്പമില്ലെന്നേ. കല്യാണത്തിന് പോകുമ്പോഴും ഒരു കുഴപ്പമില്ല. പിന്നെ എവിടെ പോകണ? പിന്നെ വേറെ എവിടെ പോയാലും, ബാങ്കിൽ പോയാലും ഒരു കുഴപ്പമില്ല. എവിടെ പക്ഷെ പള്ളിയിൽ പോകുന്നോ അന്ന് വാദും ചൂതും പ്രശ്നങ്ങളും ഒക്കെയാണ്. സാത്താൻ ഒരു അജണ്ടയുണ്ടായിരുന്നു. യാഗപീഠത്തിന്റെ അടുക്കൽ പോകുന്നുവോ, നിന്നെ ഞങ്ങൾ കൂട്ടിയടിപ്പിക്കും, നിന്നെ ഞങ്ങൾ തമ്മിലടിപ്പിക്കുക, നിന്നെ ഞങ്ങൾ ഭിന്നിപ്പിക്കുക, നിനക്ക് വിപരീതമായിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കും. നിങ്ങളുടെ ആരാധന നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ചോണം. നിങ്ങളുടെ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. അങ്ങകലെ ഏദൻ തോട്ടത്തിലും ഇത് തന്നെയാണ് പരിപാടി. ഭക്തൻ ആമേൻ കയീനും ഹാബേല് നന്നായിട്ട് ആരാധിച്ചപ്പോൾ കയീൻ അത് ഇഷ്ടപ്പെട്ടില്ല. ആരാധന സ്ഥലത്ത് വെച്ചവർ തമ്മിൽ വാക്കേറ്റവും തമ്മിൽ പിണക്കവും ഉണ്ടായിട്ട് ആമേൻ ജ്യേഷ്ഠൻ അനുജന്റെ തലയെ അടിച്ചു പിളർന്നു. കോളേജിൽ വെച്ചല്ല അടിയുണ്ടാക്കിയത്, കവലയിൽ വെച്ചല്ല അടിയുണ്ടാക്കിയത്, ദൈവസന്നിധിയിൽ വെച്ച്. എപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്തിനാ? ആരാധിക്കുന്നവനെ തകർക്കുക എന്നുള്ള ഒരേ ഒരു അജണ്ടയാണ് ദുഷ്ട സാത്താന്. ഞാൻ ആദാമിനെയും ഹൗവയെയും കുടുംബത്തെ താറുമാറാക്കിയെങ്കിൽ, ദൈവസ്നേഹത്തിൽ നിന്ന് ഞാൻ അന്യപ്പെടുത്തിയെങ്കിൽ, ദൈവകൃപയിൽ നിന്ന് ഞാൻ എടുത്തു കളഞ്ഞുവെങ്കിൽ, ആമേ സാത്താൻ വീണ്ടും പറയുക, നിന്നിൽ ജനിക്കുന്ന തലമുറകളെ വളരാൻ ഞാൻ വിടത്തില്ല. ഏശാവും യാക്കോബും സഹോദരങ്ങളാ, കുതികാലും പിടിച്ചോണ്ട് വരുന്ന, ഒരുമിച്ചാ വരുന്നത്, ട്വിൻസാണ്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഇവരെ പോലെ ഐക്യതയും സ്നേഹവും സന്തോഷവും വേറെ ആർക്കാണ്? പക്ഷേ അവരെ തമ്മിലടിപ്പിച്ചു പിശാച്. ഒടുവിൽ യാക്കോബിന് സ്വന്തം വീട്ടിൽ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ കടന്നുപോയി വിദൂരത്തിലേക്ക്. ഏശാവ് നഷ്ടപ്പെട്ടു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു. ഇനി പഴയ നിയമത്തിലുള്ള ഓരോ ഭാഗത്തിലേക്ക് പോകുന്നില്ല, പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. ഒരപ്പന് ഏകജാതൻ. മർക്കോസ് സുവിശേഷം 9 സ്വത്രം. അവന് ഫിറ്റ്സ് വരും. ആ കുടുംബത്തിൽ വേറെ ആർക്കും രോഗമില്ല, കുട്ടിക്കാ രോഗം, കുഞ്ഞിനാണ് രോഗം. ഫിറ്റ്സ് വരും. തീ കാണുമ്പോൾ അവൻ വീഴും, വെള്ളം കാണുമ്പോൾ അവൻ വീഴും. പക്ഷേ യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഏലിയാവിൻ്റെ ആത്മാവില്ലാത്ത
ശിഷ്യന്മാര് പ്രാർത്ഥിച്ചിട്ട് അവിടെ ഒന്നും നടന്നില്ല. ഉടനടി ഏലിയാവിൻ്റെ ആത്മാവിനേക്കാളും ഇരട്ടിപ്പങ്കുള്ള അഭിഷേകമുള്ള ക്രിസ്തു അവിടേക്ക് കടന്നു വന്ന സമയത്തിലേക്ക് ആ കുട്ടിയെ പൂർണ്ണമായി രക്ഷിച്ചെടുക്കുന്നു. തലമുറകളുടെ മേൽ വ്യാപരിച്ച ദുഷ്ടശക്തി. യായിറോസിന്റെ മകൾ കുട്ടിയുടെ മേൽ പിശാച് വിട്ടില്ല. യായിറോസിനെ രോഗം കൊണ്ടിട്ടില്ല, യായിറോസിനെ തകർത്തില്ല. മരിക്കത്തക്ക രോഗമിട്ടത് യായിറോസിന്റെ മകൾക്ക് മാത്രമാണ്. ആ കുട്ടി നല്ല പഠിക്കുമായിരുന്നു, നല്ല 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 സ്കൂളിലെ എല്ലാത്തിലും മുൻപന്തിയിലായിരുന്നു. പക്ഷേ ആ കുട്ടിയെ മരിച്ചു. പക്ഷേ ആ കാലഘട്ടത്തിൽ ഏലിയാവിൻ്റെ ആത്മാവിനേക്കാളും ഇരട്ടി ശക്തിയുള്ള സ്വർഗം അവിടെ ഉണ്ടായിരുന്നു കൊണ്ട് അവൻ്റെ അടുക്കലേക്ക് ഇതാ കടന്നു പോകുന്നു. അവൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് ആ ബാലയെ പൂർണ്ണമായിട്ട് എഴുന്നേൽപ്പിച്ചു. അഭിഷേകത്തിൻ്റെ ഒരു പകർച്ച അവിടെ സംഭവിച്ചപ്പോൾ തന്നെ പിശാച് ഒരു സൈഡിൽ ഒതുക്കാൻ നോക്കിയപ്പോൾ, തകർത്ത് കളയാൻ നോക്കിയപ്പോൾ കർത്താവ് അത് വിട്ടുകൊടുത്തില്ല. ഇന്ന് പകൽ സമയത്തിൽ ശത്രു നിന്റെ തലമുറകളെ ഒതുക്കാൻ നോക്കുമ്പോൾ, അടുത്ത ജനറേഷനെ എഴുന്നേൽക്കാൻ അനുവദിക്കാതിരിക്കുമ്പോൾ ഒരേ ഒരു മാർഗം, അഭിഷേകത്തിൽ നീ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അഭിഷേകത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നിന്നിൽ നിന്ന് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ചൂട്, നിന്നിൽ നിന്ന് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെതായിട്ടുള്ള അഭിഷേകം അടുത്ത തലമുറകളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതിന് സംശയമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാവിലും ബലത്തോടും ശക്തിയോടും കൂടി നമ്മൾ ആരാധിക്കുന്നുവെങ്കിൽ അഭിഷേകത്തിന് ശക്തിയുണ്ട്. ഹന്നയെ കുറിച്ച് ഒരിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹന്ന ഒരിക്കൽ പള്ളിയിലേക്ക് പോയി. പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് അവളിരുന്ന് ആരാധിച്ചപ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി, അവൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നുവെന്നൊക്കെയാണ് അവിടെയുള്ളവർ, ഏലി പുരോഹിതൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. പക്ഷേ ആക്ച്വലി അവൾ മദ്യപിച്ചുകൊണ്ടല്ല, അവൾ ദൈവത്തിൻ്റെ അഭിഷേകം ശരീരത്തിലേക്ക് റിസീവ് ചെയ്യുകയായിരുന്നു. നിങ്ങളിൽ ചിലർ പ്രകടിപ്പിച്ച് ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിച്ച്, ശരീരം കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് നിങ്ങൾ ദൈവശക്തിയെ സ്വീകരിച്ചതുപോലെ അവളിതാ വലിയൊരു ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ട്, വലിയൊരു ദൈവിക പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് അവൾ ദൈവസന്നിധിയിലിരുന്ന് ദൈവശക്തി പ്രാപിക്കുകയായിരുന്നു. എന്താ അവളുടെ ദൈവിക പദ്ധതി എന്താണെന്നറിയാവോ? പെനീനയ്ക്ക് 10 മക്കളുണ്ടായിരുന്നു. ഈ 10 മക്കൾ ഒറ്റ എണ്ണം പള്ളിയിൽ പോവില്ല കേട്ടോ. പെനീനയുടെ ഒരൊറ്റ എണ്ണം പള്ളിയിൽ പോവില്ല, ഒരൊറ്റ എണ്ണം ബൈബിൾ തുറക്കത്തുമില്ല, ഒരൊറ്റ വ്യക്തി ദൈവവിശ്വാസം ഇല്ല. അതുകൊണ്ട് പെനീനയ്ക്ക് ചെന്നിരുന്ന് അഭിഷേകമൊന്നും പ്രാപിക്കേണ്ട ആവശ്യം വന്നില്ല. ചുമ്മാ ചെന്ന് കുഞ്ഞുങ്ങൾക്ക് അങ്ങ് ജന്മം കൊടുക്കുക, അത് തന്നെ. 1 ജനിച്ചു, 2 ജനിച്ചു, 3 ജനിച്ചു, 4 ജനിച്ചു, ഒരു റിസ്കും ഇല്ല, ഒരു കുഴപ്പമില്ല, ചുമ്മാ ജനിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണ്? ചെറിയ പ്രോജക്റ്റാണ്, ചെറിയൊരു പദ്ധതി. പക്ഷേ ഹന്ന എന്തിന് അഭിഷേകം പ്രാപിക്കാൻ പോയി? ഹന്ന എന്തിന് ദൈവസന്നിധി ചെന്നിരുന്നു? ഹന്നയുടെ മുഖഭാവം കണ്ടിട്ടാണ് ഫിറ്റായിരിക്കുന്നു എന്ന് കേട്ടത്. ശരിയാണ്, ഫിറ്റായിരിക്കുന്നു. ചിലപ്പോൾ അഭിഷേകം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മുഖഭാവങ്ങൾക്കെല്ലാം മാറ്റം വരും. ഈ കൂട്ടത്തിൽ ചിലരൊക്കെ ചാടുന്ന ചാട്ടം കണ്ടു കഴിഞ്ഞാൽ അടിച്ച് ഫിറ്റായതുപോലെ തന്നെയാണ്, അല്ലേ? അടിച്ച് ഫിറ്റായതുപോലെയാണ് ചിലർ ചാടുന്നത്. 1-ാം നൂറ്റാണ്ടിൽ 120 ഒരുമിച്ച് ചാടി ആൾക്കാരെല്ലാവരും കൂടെ ഓടി വന്നിട്ട് പറഞ്ഞു എല്ലാം ഫിറ്റ്. നമ്മളല്ല, ബൈബിൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എല്ലാം അടിച്ച് ഫിറ്റ്. ഇത്ര രാവിലെ വെളുപ്പാങ്കാലത്തെ യൗമാർ ഇത് എവിടെ പോയി അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നാണ് സ്തോത്രം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വല്ലോ മനസ്സിലായോ? 2 ചാട്ടം ചാടി എന്ന് വെച്ചോണ്ടോ, ആട്ടം ആടി എന്ന് വെച്ചോണ്ടോ അത് ദൈവഹിതമില്ലാത്തതൊന്നുമല്ല. ദൈവവചനത്തിനകത്ത് അത് വ്യവസ്ഥയാണ്. ദൈവവചനത്തിനകത്ത് നമ്മൾ ആത്മാവിൽ ബലം പ്രാപിക്കുമ്പോൾ ചിലർ പറയും എന്തോ ഒരു ലഹരി ഇവരിലേക്ക് വ്യാപരിക്കുന്നു എന്ന്. ഏലി പുരോഹിതൻ പറഞ്ഞു ലഹരി ഇറങ്ങട്ടെ, നീ ലഹരി പിടിച്ചിരിക്കുക, ലഹരി. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഹന്നാമാർ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ധൈര്യത്തോടെ നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയണം, യെസ്, ലഹരി പിടിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയാണ്. ചെറിയ കാര്യമല്ല, വലിയ സംഭവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്, വലിയ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുക്കുകയാണ്. എന്താ ഹന്നയുടെ വലിയ പദ്ധതി എന്താണ്? ഒരു രാജ്യത്തിൻ്റെ പ്രവാചകന്
ജന്മം കൊടുക്കാനുള്ള മുഖഭാവമാണ് പള്ളിക്കകത്ത് നടന്നുകൊണ്ടിരുന്നത്. ഒരു വലിയ പ്രവാചകന് ജന്മം കൊടുക്കാൻ പോവുകയാണ്. രാജാക്കന്മാരെ നിയന്ത്രിക്കത്തക്ക വിധത്തിൽ, രാജ്യത്തെ നിയന്ത്രിക്കത്തക്ക വിധത്തിൽ വലിയൊരു ന്യായാധിപതി ജനിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവന്റെ മുഖത്തിന്റെ ഭാവം മാറി. അവൻ ലഹരിക്ക് അടിമപ്പെട്ടു. ഇന്ന് പകൽ സമയത്തിൽ ഇതിനകത്ത് കൂടുതൽ ആരാധിക്കുന്നവര് വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ വേർതിരിക്കുകയാ. വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ വേർതിരിക്കുന്നു. കൂടുതൽ ആരാധിക്കുന്നവനെ കുറിച്ച് ദൈവത്തിന് കൂടുതൽ പദ്ധതിയുണ്ട്. കൂടുതൽ സ്തുതിക്കുന്നവരെ കുറിച്ച് ദൈവത്തിന് കൂടുതൽ 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 പദ്ധതിയുണ്ട്. ഒരു സാമുവേൽ ജനിക്കണമെങ്കിൽ ഒരു ഹന്നയുടെ ആരാധനയോ, ഹന്നയുടെ പ്രാർത്ഥനയോ, ഹന്നയുടെ മേലുള്ള ലഹരിയും ആവശ്യമാണ്. ദൈവത്തിൻ്റെതായിട്ടുള്ള അഭിഷേകം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ വലിയ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ദൈവം വലിയ രീതിയിൽ വ്യത്യസ്തമായി പെനീനയെ യൂസ് ചെയ്ത പോലെ അല്ല ദൈവം ഹന്നയെ യൂസ് ചെയ്തത്. ഹന്ന വലിയൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കാലുവെച്ച വ്യക്തിയാകെ കൊണ്ട് തന്നെ ആ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് അവളുടെ മുഖഭാവം മാറി. അവളുടെ മസിൽസുകളെല്ലാം ഇരുന്ന് ആരാധിച്ചു. അവളുടെ കണ്ണ് ദൈവത്തെ ആരാധിച്ചു, കണ്ണടച്ചടഞ്ഞു. മൂക്കുകൊണ്ട് അവൾ ദൈവത്തെ ആരാധിച്ചു. അവളുടെ ചുണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു. അഭിഷേകം കടന്നു വന്നപ്പോൾ അവളുടെ കയ്യിലും കാലിലും മാത്രമല്ല ചലനം സംഭവിച്ചത്, അവളുടെ ഫേസ് മുഴുവനും ഇന്ന് പകൽ സമയത്തില് നിന്റെ ഫേസില് നാഡീ വ്യൂഹങ്ങളെ കൊണ്ടൊന്ന് ആരാധിക്കാൻ കഴിയുമെന്ന് ചലിപ്പിച്ച് ആരാധിക്കുക. ഹന്നയെ പോലെ ഒന്ന് ചലിപ്പിക്കുക. നിന്റെ ഫേസിലുള്ള നാഡീ വ്യൂഹങ്ങളൊന്ന് അനങ്ങട്ടെ. ഇന്നലെ വരെ കൈയും കാലും മാത്രം അനങ്ങിയെങ്കിൽ കണ്ണുകൊണ്ട് ആരാധിക്കുക. നാഡീ വ്യൂഹങ്ങളെ കൊണ്ട് ആരാധിക്കുക. ചുണ്ടുകൊണ്ടൊന്ന് ആരാധിക്കുക. കണ്ണടച്ചും തുറന്നുമെന്ന് ആരാധിക്കുക. ഹന്നയെ പോലെ ലഹരി പിടിച്ചതുപോലെ ഉദരത്തിൽ വലിയൊരു അത്ഭുതം അവൾക്ക് സംഭവിക്കുന്നു എന്നുള്ളത് അവൾ മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലഹരി പിടിച്ചതുപോലെ നീ ആരാധിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുക, നിന്റെ ബിസിനസ്സിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, നിന്റെ ആത്മീയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാ. അപ്പോൾ അവൾ വലിയൊരു ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നിന്നതുകൊണ്ട് അവളെ ഏലി പുരോഹിതൻ വരെയും പരിഹസിച്ചു. എന്താ? അവളുടെ മുഖം ഭയങ്കരമായിട്ട് അങ്ങ് ആരാധിച്ചു വന്നേ. അവളുടെ കണ്ണും മൂക്കും നാക്കും ചുണ്ടും മസിൽസ്, തൻ്റെ മുഖത്തുള്ള പേശികളെല്ലാം അങ്ങോട്ട് ചലിച്ചു വന്നപ്പോഴത്തേക്ക് ഇത് അടിച്ചു ഫിറ്റ് ആയതുകൊണ്ട് ഇതൊക്കെ ഇരുന്ന് ചലിക്കുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അന്നയ്ക്കറിയാം, ഇല്ലടാ ഏലി, നിന്റെ മക്കൾ ഒന്നും രക്ഷപ്പെടാതിരിക്കുമ്പോൾ എൻ്റെ ഉദരത്തിൽ ജനിക്കുന്ന കുഞ്ഞുണ്ടല്ലോ, നിന്റെ കുഞ്ഞുങ്ങളെ കർത്തൃത്വം നടത്തുന്ന സംഭവമാണ് ഇവിടെ നടക്കുന്നത്. നിന്നെ പരിഹസിക്കുന്ന പുരോഹിതന്മാരെ നോക്കി പറ, നിന്നെ പരിഹസിക്കുന്ന പാസ്റ്റർമാരെ നോക്കി പറ, നിന്റെ ആരാധനയെ ക്രിട്ടിസൈസ് ചെയ്ത വ്യക്തികളെ നോക്കി പറ, ആമേൻ ആമേൻ ആമേൻ, നിനക്ക് നിലനിൽപ്പില്ല, പക്ഷേ അടുത്ത തലമുറയെ ഞാൻ പണിയുകയാ. നിന്റെ മേൽ കടന്നു വന്ന കാരണം കൂടാതെയുള്ള ശാപങ്ങൾ പൊട്ടി മാറട്ടെ. ഹന്നേ, നീ ആരാധിക്കണം, നീ സ്തുതിക്കണം. നിന്നെ കുറിച്ച് അപരാധം പറഞ്ഞാലോ, നിന്നെ കുറിച്ച് അപമാനം പറഞ്ഞാലോ, നിന്നെ ക്രിട്ടിസൈസ് ചെയ്താലോ, നിന്റെ പേശികൾ ദൈവത്തെ സ്തുതിക്കണം, നിന്റെ കണ്ണുകൾ ദൈവത്തെ സ്തുതിക്കണം, നിന്റെ മൂക്കും നാക്കും ദൈവത്തെ സ്തുതിക്കണം. നീ മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞാലോ നീ സ്തുതിക്കണം. ഏലിയേക്കാളും അപ്പുറത്തൊരു വലിയ ദൈവിക പദ്ധതിയുടെ തുടക്കമാണിത്. ദൈവാത്മാവ് ചിലർക്ക് ചില ദൂതുകൾ അയക്കുക മാത്രമല്ല, തൻ്റെ കുടുംബങ്ങൾക്കകത്ത് ചിലത് പ്രവർത്തിക്കുകയാണ്. കുടുംബങ്ങൾക്കകത്ത് ചില മാറ്റങ്ങൾ വരുത്തുന്നു, ചില വ്യത്യാസങ്ങൾ വരുത്തുന്നു. നിന്റെ നിന്നയെ, നിന്റെ പരിഹാസത്തെ, നിന്റെ ദുഷിയെ മാറ്റി സ്വർഗം നിന്നെ കരങ്ങളിലെടുക്കുകയാ. ദൈവം നിന്നെ കയ്യിലെടുക്കുകയാ. ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുകയാ. കൈയടിക്കുമ്പോൾ തന്നെ നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് ആത്മപകർച്ച സംഭവിക്കുക. നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് ദൈവികമായ ചില ഉദ്ദേശങ്ങൾ നടക്കുകയാ, ദൈവികമായ ചില പദ്ധതികൾ നടക്കുകയാണ്. നിന്നിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഉരുവാകാൻ പോകുന്നു, നിന്നിൽ നിന്ന് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നിന്റെ കുടുംബത്തിൽ നിന്ന് നന്മകൾ എഴുന്നേൽക്കാൻ പോകുകയാ, നിന്റെ കുടുംബത്തിൽ നിന്ന് നേട്ടങ്ങൾ എഴുന്നേൽക്കാൻ പോകുകയാ. ഈ പാവപ്പെട്ട സ്ത്രീ ഉണ്ടല്ലോ, ആദ്യം പെനീനയുടെ വായിരിക്കുന്ന മുഴുവനും കേട്ടു. 24 വേഴ്സ് ഈ പെനീന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ 10 മക്കളുടെ അമ്മയായിരിക്കുന്നവള് പാവപ്പെട്ട ഹന്നയെ എപ്പോഴും പരിഹസിക്കും, എപ്പോഴും ദുഷിക്കും, എപ്പോഴും അവളെ ആക്ഷേപിക്കും, എപ്പോഴും കൊള്ളരുതായ്മ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴൊക്കെ ഹന്ന കരയുന്നുവെങ്കിൽ ഉള്ളുകൊണ്ട് പറയുന്നു, എൻ്റെ സമയം വരും. നിന്റെ 10 പിള്ളേരെക്കാള് നിന്റെ 10 കുട്ടികളെക്കാള് ശക്തനായിരിക്കുന്ന ഒരു അനുഗ്രഹത്തെ കൊണ്ട് ഞാൻ തിരിച്ചു വരും. എനിക്കൊരു തിരിച്ചു
തിരിച്ചുവരവുണ്ട്, എനിക്ക് എൻ്റെ ദൈവം ഒരു അനുഗ്രഹം തരും. ഇന്ന് പകൽ സമയത്തിൽ ഹന്നമാർ ആത്മാവിൽ വിളിച്ചു പറ, എനിക്ക് ഒരു സമയമുണ്ട്, എനിക്കൊരു തിരിച്ചുവരവിന്റെ സമയമുണ്ട്, എന്റെ നിന്ന് മാറുന്ന ഒരു സമയമുണ്ട്, പെനീനമാര് ലജ്ജിക്കുന്ന സമയമുണ്ട്, പെനീനമാരുടെ മുഖം കുനിയുന്ന ഒരു നാളുണ്ട്. ഒരു കാലഘട്ടം മുഴുവനും പെനീൻ ആക്ഷേപിച്ചുവെങ്കിൽ ഇതാ തീർന്നില്ല. ആത്മീകരെന്ന് അവകാശപ്പെടുന്നവര് അടുത്തത് ആക്ഷേപിക്കുകയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ഹന്നയെ, അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഹന്നയെ, ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് ആമെ കരഞ്ഞ് നിലവിളിച്ച് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഹന്നയെ ഇതാ പുരോഹിതൻ വന്ന് പരിഹസിക്കുകയാണ്. അപ്പോഴും അവൾ പറയുന്നു, ഇല്ല പുരോഹിത, നിന്റെ ഏലി മക്കളെക്കാൾ അവൻ വലിയൊരു ദൈവപ്രവൃത്തി എന്നിൽ രൂപപ്പെടുക. കാലങ്ങൾ ചിലത് കഴിഞ്ഞോ ആമേ ഹന്നയുടെ മകൻ ആമേ സാമുവേൽ ഇതാ ജനിച്ച് കടന്നു വരികയാണ്. ഒരു ന്യായാധിപൻ എഴുന്നേറ്റ് വരുന്നു, ഒരു പ്രവാചകൻ എഴുന്നേറ്റ് കടന്നു വരുന്നു. ഏലി പുരോഹിതൻ ഒരിടത്ത് കിടക്കുന്നു, ആമേ സാമുവേൽ പ്രവാചകൻ ഇപ്പുറത്ത് കിടക്കുന്നു. ഏലിയെ പരിശുദ്ധാത്മാവ് വിളിച്ചില്ല, ആമേ സാമുവേലിനെ വിളിച്ചു. ഏലിയെ, നിന്റെ കാലം കഴിഞ്ഞു. ദൈവം സാമുവേലിനെ വിളിച്ചു. ആമേൻ. ദൈവ വിളി കേൾക്കുവാൻ ഏലിക്ക് കഴിഞ്ഞില്ല. ഏലി അഭിഷേകത്തിൽ ആരാധിച്ചവളെ പരിഹസിച്ചപ്പോ, ഏലി ആത്മാവിൽ ആരാധിച്ചവളെ നിന്ദിച്ചപ്പോ, ഏലി ആത്മാവിൻ്റെതായിട്ടുള്ള പ്രവൃത്തിയെ തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു സാധാരണ ഒരു വ്യക്തി ആയതുകൊണ്ട് അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ശബ്ദം കടന്നു വന്നില്ല. ആകയാൽ അഭിഷേകത്തിൽ ജനിച്ച ഒരു കുഞ്ഞുണ്ട്, അഭിഷേകത്താൽ വാഗ്ദത്വപ്രകാരം ജനിച്ച ഒരു കുഞ്ഞുണ്ട്, സാമുവേല്. ആ സാമുവേലിനെ സ്വർഗം വിളിച്ചെഴുന്നേൽപ്പിച്ച് വലിയൊരു ദൗത്യം ഏൽപ്പിച്ചുവെങ്കിൽ ഇന്ന് പകൽ സമയത്തിൽ നീ അനുഭവിച്ച ചില നിന്ദകള്, നീ അനുഭവിച്ച ചില പരിഹാസങ്ങള്, നീ അനുഭവിച്ച ചില ഒറ്റപ്പെടലുകള്, നീ അനുഭവിച്ചതുള്ള വേദനകള്, പ്രയാസങ്ങള് നിന്റെ തകർച്ചക്കല്ല, വലിയൊരു സന്തോഷത്തിന്റെ ആമേ തുടക്കമാണ്. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നീ കാത്തിരിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ബൈബിൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു, അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. ഇന്നത്തെ ഗാസ, ശ്രോത്രം, അന്ന് ഗസ, ഗസയെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നു. ഫിലിപ്പോസിനെ ദൈവം ഷണ്ണന് സ്നാനം കൊടുക്കുവാൻ വേണ്ടിയിട്ട് ദൈവം പ്രത്യേക രീതിയിൽ വേർതിരിച്ചിട്ട് അവനെ കൊണ്ടുപോയത് എവിടേക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട് ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് ഫിലിപ്പോസിനെ, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്നുള്ള ഗസയ്ക്കുള്ള നിർജ്ജന. യെരുശലേം ഭയങ്കര അനുഗ്രഹമുള്ള സ്ഥലമാണ്. യെരുശലേമിനെ സംബന്ധിച്ചിടത്തോളം ആ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്. പക്ഷേ ഗസയെ സംബന്ധിച്ചിടത്തോളം ഗസയ്ക്ക് ശാപമുണ്ട്. ഗസയിലൊന്നും ആരും പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട് ഗസയിൽ വെച്ചാണ് ശിംശോൻ എന്ന് പറയുന്ന ഭക്തനെ ഒതുക്കിയത്. ശിംശോനെതിരായിട്ട് പിശാച് ഫെലിസ്തീയ ശക്തികൾ 3 സ്ത്രീകളെയാണ് ഉപയോഗിച്ചത്. 3 സ്ത്രീകൾ കടന്നു വന്നിട്ട് ഇവനെ പല റോളുകളിലായിട്ട് ഇവനെ നശിപ്പിച്ചു, ഇവനെ തകർത്തു. ഒന്നാദ്യമായിട്ട് തൻ്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച സ്ത്രീയെ ഫെലിസ്തീർ തട്ടിക്കൊണ്ടുപോയി. ഹല്ലേലൂയ. ഫെലിസ്തീർ തട്ടിക്കൊണ്ടുപോകുകയും അതോടൊപ്പം അവൾ മറ്റൊരു കുടുംബജീവിതത്തിലേക്ക് അവൾ പ്രവേശിക്കുകയും ചെയ്തപ്പോൾ ശിംശോൻ മാനസികമായി തകർന്നു. അത് കഴിഞ്ഞതിന് ശേഷം ദലീല എന്ന് പറയുന്ന സ്ത്രീയിലൂടെ തന്നെ സ്തോത്രം ശത്രു വളരെ തന്ത്രപൂർവമായിട്ട് ഇവനെ കെട്ടി വരിഞ്ഞു മുറുക്കി. അനേക പ്രാവശ്യം ഇവൻ രക്ഷപ്പെട്ട് കടന്നു വന്നുവെങ്കിൽ പലയാവർത്തിയായപ്പോൾ ഒടുവിലിത ശിംശോൻ ഒതുക്കേണ്ടത് ഒതുക്കിയില്ല, മറക്കേണ്ടത് മറക്കിയില്ല. ഓരോ അഭിഷിക്തന്മാർക്കും അവരുടേതായിട്ടുള്ള ചില രഹസ്യങ്ങളുണ്ട്, അവരുടേതായുള്ള വ്യക്തിത്വം, അവരുടേതായുള്ള പ്രൈവറ്റ് സെക്ടേഴ്സ് ഉണ്ട്. അഥവാ അവരുടേതായിട്ടുള്ള പ്രൈവസിക്കകത്തേക്ക് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആത്മീക രഹസ്യത്തിനകത്തേക്ക് സ്വത്രം അവൾ വളരെ ശ്രമിച്ച് ഒടുവിൽ കടന്നു കയറി. ആദ്യമൊക്കെയും അവനത് വിട്ടുകൊടുത്തില്ല. പിന്നത്തേതിൽ ഒടുവിൽ അവളതിനെ സ്വത്രം മനസ്സിലാക്കിയെടുത്ത് അവൻ്റെ തലമുടിയായിരുന്നു, സ്വത്രം ക്ഷൗരം ചെയ്യാത്ത ഒരു തലയുണ്ടായിരുന്നു, അതിൻ്റെ മേൽ ശത്രുവിനെ കൊണ്ടുവന്ന് ക്ഷൗരം ചെയ്യിപ്പിച്ചപ്പോൾ തൻ്റെ മേൽ നിന്ന് അഭിഷേകം പോയത് ശിംശോൻ അറിഞ്ഞില്ല. ശക്തനായ ഒരു അഭിഷിക്തൻ്റെ വീഴ്ചയായിരുന്നു ഗസയിൽ സംഭവിച്ചത്. ഫെലിസ്തീയ ശക്തികൾ കടന്നു വന്ന ഒരു പട്ടിയെ തുടലിൽ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ ഈ ഭക്തനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി പട്ടിയെ കെട്ടുന്നത് പോലെ ഒരു തൂണിൽ കെട്ടിയിട്ടോ അവൻ്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചു. എവിടെ? ഗസയിൽ വെച്ച്. അവിടെ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധന
ആ സ്ഥലത്ത് അവനെ കൊണ്ട് തുടലുകൊണ്ട് പട്ടിയെ കെട്ടുന്നത് പോലെ കെട്ടിയിട്ടപ്പോൾ അടുത്ത തലമുറകൾക്ക് ഗസ എന്ന് പറഞ്ഞാൽ ഭയമായിരുന്നു. ഇന്നും ഗാസ വർത്തമാന പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണെന്ന് നിങ്ങൾക്കറിയാം. ഇന്നും ഗാസയ്ക്ക് സമാധാനം വന്നിട്ടില്ല. ഇന്നും ഗാസയ്ക്ക് ഒരു ശാന്തത കടന്നു വന്നിട്ടില്ല. ഇന്നും ഗാസയുടേതായിട്ടുള്ള നിഗളം തീർന്നിട്ടില്ല. ഭക്തന്മാർക്ക് വിപരീതമായി, ഇസ്രായേലിന് വിപരീതമായി, ദൈവസഭയ്ക്ക് വിപരീതമായി, ദൈവജനത്തിന് വിപരീതമായി, വാഗ്ദത്ത സന്തതിക്ക് വിപരീതമായി ഇന്നും ആക്രോശിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഭക്തനെ നശിപ്പിച്ചത് മുഖാന്തരം ഗസ എന്ന് പറയപ്പെടുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമായിരുന്നു. പോകാൻ സമാധാനം കിട്ടാത്ത സ്ഥലമാണ്. ആമേൻ. ഞങ്ങളെയും പട്ടിയെ കെട്ടുന്നത് പോലെ കെട്ടിയിടും. ഞങ്ങളുടെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഞങ്ങളും വീണു പോകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ആമേൻ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. പലരും ഭയമെന്ന് മാറി നിന്നപ്പോൾ ആമേൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ പോകേണ്ടത്, നീ ശുശ്രൂഷിക്കേണ്ടത് യെരുശലേമിലല്ല. അവിടെ ഭക്തന്മാർ ഒത്തിരി പേരുണ്ട്. നിന്നെ ഞാൻ അയക്കാൻ പോകുന്നത് ഗസയിലേക്കാണ് പോകുന്നത്. അനേക ദൈവത്തിന്റെ ദാസന്മാരെ നശിപ്പിച്ച ഗസയിൽ നീ ജയം പ്രാപിച്ചു കടന്നു വരണ. നീ വീഴാൻ പോകുന്നവനല്ല, നീ പരാജയപ്പെടാൻ പോകുന്നവനല്ല, നീ തകരാൻ പോകുന്നവനല്ല. നീ ഗസയിൽ ചെന്നെ ശുശ്രൂഷ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സുഖലോലുപമായ സ്ഥലത്ത് മാത്രം ശുശ്രൂഷ ചെയ്യുമെന്ന് മാറി നിന്നില്ല. കഷ്ടതയുടെയും ബുദ്ധിമുട്ടിന്റെയും മധ്യത്തിൽ എവിടെ ദൈവം അയച്ചുവോ അവിടേക്ക് ആമേൻ താൻ കടന്നു ചെന്ന് ശുശ്രൂഷ തികച്ചതിന്റെ പിന്നിൽ ഒന്നുണ്ട്. ഇന്ന് പകൽ സമയത്തിൽ ദൈവം നിന്നെ ഒറീസയിൽ വിട്ടാൽ ഒറീസയിൽ പോകാൻ റെഡിയാകണം. ദൈവം നിന്നെ ആമേൻ നേപ്പാളിൽ വിട്ടാൽ നേപ്പാളിൽ പോകാൻ റെഡിയാകണം. ദൈവം നിന്നെ സൂറത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ, ഗുജറാത്തിലേക്ക് വിട്ടാൽ നീ ഗുജറാത്തിൽ പോകാൻ റെഡിയാകണം. ദൈവം നമ്മെ എവിടെ അയക്കുന്നുവോ അവിടെ നല്ല മനസ്സോടുകൂടി നമുക്ക് പോകാനുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കപ്പെടുന്ന ഏറ്റവും ഒടുവിൽ ഫിലിപ്പോസിനോട് ദൈവം കൽപ്പിച്ചപ്പോൾ, ഗസയിൽ പോകാൻ പറഞ്ഞപ്പോൾ പൂർണ്ണ മനസ്സോടെ പോയിട്ട് അവൻ അനുഗ്രഹത്തോടുകൂടി അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലായിരുന്നപ്പോൾ പിന്നത്തേതിൽ പരിശുദ്ധാത്മാവിനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ശീലത്തിലേക്ക് വന്നുവെങ്കിൽ ഇന്ന് പകൽ സമയം ദൈവസഭ അനുസരിക്കുമ്പോൾ ചില ഘട്ടത്തിലൂടെ കടന്നു പോകുവാൻ, ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുവാൻ, ദൈവം അയക്കുന്ന സ്ഥാനത്തിലേക്ക് പോകുവാൻ കർത്താവ് നമ്മളെ കൽപ്പിക്കുമ്പോൾ ആ സ്ഥലത്തിലേക്ക് നമ്മൾ പോകുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക. ചില ത്യാഗസമ്പൂർണമായ ജീവിതാനുഭവങ്ങൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണോ? ചില കഷ്ടതകൾ നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണോ? ചില ബുദ്ധിമുട്ടുകൾ ദൈവം അറിയാതെ വന്നതല്ല, കർത്താവ് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ആ ഗസയിൽ അനേകർ തോറ്റെങ്കിൽ നീ ജയിക്കുക. ആ ഗസയിൽ അനേകർ പരാജയപ്പെട്ടെങ്കിൽ നീ ജയിക്കുക. നീ കടന്നു പോകുന്ന സ്ഥാപനത്തിൽ നീ ജയിക്കുക. നീ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നീ ജയിക്കുക. നീ ചെയ്യുന്ന ബിസിനസ്സിൽ അനേകർ തോറ്റുപോയെങ്കിൽ പൂർണ്ണ മനസ്സോടെ നീ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നീ ജയിക്കുക തന്നെ ചെയ്യുക.